ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇല്ലാത്ത ഒരു സമയമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇല്ല, അത് രഹസ്യമാണ്, പറയരുത് എന്നാണ് എൻ്റെ. അത് ഭഗവാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ശിവയിൽ ഇല്ലാത്തത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഗുരുവായൂരത്തെ ഉണ്ണിക്കണ്ണനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഗുരുവായൂർ മുൻ മേൽശാന്തി എഴീക്കോട് സതീശൻ നമ്പൂതിരി. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇല്ലാത്ത ഒരു സമയമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സാധാരണ ഉച്ചപൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയ്ക്ക് പോകും. അമ്പലപ്പുഴ ക്ഷേത്രം, അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ. അവിടെ അമ്പലപ്പുഴ ഗുരുവായൂരപ്പന് പാൽപ്പായസ നിവേദ്യം എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്കുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കാനായിട്ട് പോകും. അതുകൊണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞാൽ ശിവേലിയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ശിവേലി ഇല്ല. കാരണം അത് ഭഗവാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ശിവേലി ഇല്ലാത്തത്. നേരെ മറിച്ച് ഭഗവാൻ 4 മണിക്ക് നട തുറക്കുമ്പോഴേക്കും തിരിച്ചെത്തും. അപ്പോൾ വൈകിട്ട് നട തുറന്നാൽ ആദ്യം ശിവേലിയാണ്. ഉച്ചപൂജയുടെ ശിവേലി വൈകിട്ട് അദ്ദേഹം മറ്റേ അമ്പലപ്പുഴ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഐതിഹ്യം. രാത്രി ആ ഒരു നട അടയ്ക്കുന്നതിന് മുമ്പുള്ള പൂജകളൊക്കെ എങ്ങനെയാണ്? നട അടയ്ക്കുന്നതിന് മുമ്പേ അത്താഴ പൂജ കഴിഞ്ഞാൽ ശിവേലിയാണ്. ശിവേലി വിളക്കാചാരം. അത് കഴിഞ്ഞാൽ തൃപ്പുക എന്ന് പറഞ്ഞൊരു ചടങ്ങ്. തൃപ്പുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഉറക്കാനുള്ള ശയ്യാഗൃഹമൊരുക്കലാണ് ഈ തൃപ്പുക എന്ന് പറയുന്നത്. അകത്ത് മുഴുവൻ കുന്തിരിക്കമൊക്കെ പുകച്ച് ഈ പ്രാണികളെയൊന്നും ഇല്ലാതെയാക്കി, കൊതുകുകളെ പോലുള്ള പ്രാണികളൊന്നും ഇല്ലാതെയാക്കി നല്ല സുഗന്ധം ഉണ്ടാക്കി അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് നടർച്ചു പോയതാണ് മറ്റേ ഈ തൃപ്പുക എന്ന് പറയുന്നത്. തൃപ്പുക ചെയ്യണത് അവിടുത്തെ കീഴ്ശാന്തിയാണ്. കീഴ്ശാന്തിമാരിൽ ഒരാളെ അതിനുവേണ്ടി അവർ ശാന്തിയേറ്റ കീഴ്ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് അത് ചെയ്യാനായിട്ട്. അവിടെയും അതൊരു രഹസ്യമാണ്. അദ്ദേഹം മാത്രം അകത്ത് കയറി വാതിലടച്ച് ചെയ്ത് കഴിഞ്ഞ് വാതിൽ തുറന്ന് പോരും. അപ്പോൾ അതിനകത്ത് എന്താണ് നടക്കണേന്നുള്ളത് അറിയില്ല. അത് രഹസ്യമാണ്, പറയരുത് എന്നാണ് എൻ്റെ. അതുകൊണ്ട് അദ്ദേഹം പൂജ കഴിഞ്ഞ് ലാസ്റ്റ് അതെ ഏറ്റവും കഴിഞ്ഞ് തൃപ്പു കഴിഞ്ഞാൽ നടക്കും. പിന്നെ ഒന്നുമില്ല. പിന്നീട് നമ്മൾ രാവിലെ തുറന്ന് നിർമാല്യമാണ് കാണുന്നത്. അതോടുകൂടി ഭഗവാൻ എണീറ്റിരിക്കുന്നത്. തിരുമേനിക്ക് നമ്മുടെ ഗുരുവായൂർ ഭക്തന്മാരോട് എന്താണ് പറയാനുള്ളത്? ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്നുള്ളതിന് അത് അവിതർക്കിതാണ്. അത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നുവോ ആ ഭാവത്തിൽ വരും എന്നതാണ്. നമുക്ക് അച്ഛനായിട്ടാവാം, സഹോദരനായിട്ടാവാം, കൂട്ടുകാരനായിട്ടാവാം, സ്ത്രീകൾക്ക് ഭർത്താവായിട്ടാവാം, കാമുകനായിട്ടാവാം, അല്ലെങ്കിൽ അമ്മമാർക്ക് കുട്ടിയായിട്ടാവാം. ഏത് ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കാണുന്നു ആ ഭാവത്തിൽ നമുക്ക് അനുഗ്രഹം തരും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത. മറ്റ് ദേവതകളിൽ നിന്നുള്ള വ്യത്യസ്തതയും ഗുരുവായൂരപ്പന് അതാണ്. ഗുരുവായൂർ മേൽശാന്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇനി ബാക്കി നിൽക്കുന്നുണ്ടോ? ഇനി ആഗ്രഹിക്കാനൊന്നുമില്ല. എൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഏറ്റവും പരമോന്നത പദവിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനു മുകളിലൊന്നും ഒരു പദവി ഇല്ല. പിന്നെ വയസ്സിപ്പോൾ 10-65 വയസ്സായി. അപ്പോൾ ഇനി ഇതൊക്കെ 60 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ മുത്തശ്ശന് യാഗം കഴിച്ചത് കൊണ്ടാണ് ഞാൻ മേൽശാന്തി ആയെന്നുള്ളത് കൊണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ ഒരു സോമയാഗം നടത്താം, അത്രയേ ഉള്ളൂ. അത് ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെ.